പൈങ്ങോട്ടൂർ സ്വദേശിയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിജോ ജോൺ കൃഷി ചെയ്ത തണ്ണിമത്തന് ലഭിച്ചത് 100 മേനി വിളവ്. കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് സിജോ കൃഷി ചെയ്തിരുന്നത്. പൈങ്ങോട്ടൂരിലെ തന്റെ 1/2 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയിരുന്നത്. പൈങ്ങോട്ടൂർ സ്വദേശിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സിജോ ജോൺ സ്വന്തം സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തന് 100 മേനി വിളവാണ് ലഭിച്ചത്. പൊതുപ്രവർത്തനത്തിനിടയിൽ അതിരാവിലെയാണ് കൃഷി പരിചരണം. സഹായത്തിന് പിതാവുമുണ്ട്. ജനപ്രതിനിധികൾ വാക്കുകൾക്കൊപ്പം പ്രവൃത്തിയും കാണിക്കണം എന്ന സന്ദേശവുമായി ഒരു നാട്ടിൻപുറ കൃഷി മാതൃകയാണ് സിജോ അവലംബിക്കുന്നത്. കാർഷിക കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന സിജോ പൈനാപ്പിൾ, കപ്പ, പച്ചക്കറികൾ തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. 1/2 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്ത് മികച്ച വിളവെടുത്തിരിക്കുകയാണ് ഈ ജനപ്രതിനിധി. പൊതുജീവിതത്തിനിടയിലും മണ്ണിനെ മറക്കാതെ കൃഷിയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഇദ്ദേഹം. രാസവളങ്ങൾ ഒഴിവാക്കി ജൈവ രീതിയിലാണ് കൃഷി. കുറഞ്ഞ ചെലവിൽ നല്ല വിളവ് എന്നതാണ് സിജോയുടെ കൃഷിരീതിയുടെ പ്രത്യേകത. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു തണ്ണിമത്തന്റെ വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ണിലും സുലഭമായി തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സിജോയുടെ കൃഷി കൊണ്ട് സാധിച്ചുവെന്ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. അതിന് ഏറ്റവും സന്തോഷം അർഹിക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സിജോ ജോണും അതുപോലെ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വലിയൊരു കർഷകർ ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് സിജോ ജോൺ ഇവിടെ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ മണ്ണിലും സുലഭമായി തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കുമെന്ന് സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടാണ് ഈ കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത്. വിളവെടുപ്പ് ചടങ്ങിൽ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെജി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മുൻപും കൃഷികൾ ചെയ്യാറുണ്ടെന്നും തണ്ണിമത്തനൊപ്പം ചീരയും ഇടകലർത്തി കൃഷി ചെയ്തതുകൊണ്ട് ചീര വിറ്റ് അധിക വരുമാനം ഉണ്ടാക്കാനും കഴിഞ്ഞുവെന്ന് സിജോ ജോൺ പറഞ്ഞു. നേരത്തെ മുതലേ കർഷക വൃത്തിയുണ്ട്. അതുപോലെ അതിനൊപ്പം തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യുന്നതാണ്. കപ്പയുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷിയുണ്ട്, എല്ലാവിധ കൃഷികളുണ്ട്, പച്ചക്കറി കൃഷികളുണ്ട്. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞ വർഷം കുറച്ച് ചെയ്തു നോക്കിയായിരുന്നു. തണ്ണിമത്തൻ ഇങ്ങനെ ഇവിടെ വിളയുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ വർഷം ചെയ്തു നോക്കി. ഈ വർഷവും അപ്പോൾ ഇച്ചിരൂടെ ആ സ്ഥലത്ത് തന്നെ ഈ വർഷവും ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ നവംബർ 28 കൂടിയാണ് ഇതിൻ്റെ വിത്ത് നട്ടത്. ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ വിളവെടുപ്പ് ഏതാണ്ട് പൂർണ്ണമാകും. 3 മാസം കൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് പൂർണ്ണമാകുന്ന ഒരു ഇതാണ് ഇതുള്ളത്. ഇതിൻ്റെ ഈ 2 വിത്തിൻ്റെ ഇടയ്ക്കൂടെ ചീരയും ഇട്ടിട്ടുണ്ടായിരുന്നു. ചീര കൃത്യം ഒരു 35 ദിവസം 40 ദിവസം കൊണ്ട് വിളവെടുത്ത് പോയതാണ് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മളെ സംബന്ധിച്ച് ചീര കൃഷി ചെയ്തു കഴിഞ്ഞാൽ പണിക്കൂലി നമുക്ക് ലഭിക്കും.